ഉപ്പിലിടാനായിട്ടൊരു ഭരണി വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഡേമാട്ട് പോയിട്ടൊരു ഭരണി വാങ്ങിക്കും. ഒറിജിനൽ ഭരണിക്ക് ഭയങ്കര വില ഉണ്ട്. ഞങ്ങളൊരു കുപ്പിന്റെ ഭരണി അങ്ങനെ മാങ്ങ പറിക്കാൻ പോകുമ്പോഴാണ് മാഗപ്പൂച്ചനെ മാമ കാണും. വേറൊരു കാടമ്പൂച്ച വന്നതിന് ശേഷം മാഗപ്പൂച്ച ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വരുത്തൊക്കെ കുറച്ച് കുറെ കാലത്തിന് ശേഷം വരുന്നതാണ്. മുപ്പത്തിമാരത്തെ ആടമലെത്തുമ്പോഴത്തേക്ക് മുറ്റത്തെടുക്കുന്ന കുൽസുകളെ കണ്ണം വൈ ഓടിച്ച് മാമ കെറ്റി അതിൻ്റെ അടുത്ത് നല്ലൊരു അടിയും കൊടുത്തിട്ടുണ്ട്. കുൽസുവിനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര പേടിയായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മാങ്ങ പറിച്ചു. ഒരു 4-5 മാങ്ങ പറിച്ചപ്പോൾ ആക്രാന്തം മുറിച്ച് ഒരു കവർ നിറച്ച് മാങ്ങ പറിച്ചു. ഭരണിയിലേക്ക് അറിയണ്ടേ ഇതാണ് നമ്മൾ മാങ്ങ. ഈ സാധനം ഓർമ്മ ഉണ്ടോ? നമ്മളെ ഇല മുളിച്ച് പണ്ട് സ്ലേറ്റൊക്കെ വയ്ക്കാനായിട്ട് ബോക്സിലൊക്കെ ഇട്ടുകൊണ്ടുവന്ന സാധനം. അങ്ങനെ പറമ്പ് കയറിയോണ്ട് ഞങ്ങൾക്ക് ഒരു ഇലനീം കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങ ചെത്തുന്ന അമ്മച്ചി ഇഞ്ഞോട് തേങ്ങണ്ട പറഞ്ഞപ്പോൾ തേങ്ങേണ്ടാനുള്ള പടിയുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മാങ്ങ എത്തിത്തറ സംഭവമായിട്ട് പ്ലേറ്റ് മാങ്ങയൊക്കെ എടുത്തു വെച്ചു. മാങ്ങാണോ കല്ലാണോ തിരിച്ചറിയാത്ത അവസ്ഥ. മാങ്ങ മുറിച്ചിട്ട് മുറിയണ്ടേ? തേങ്ങ ചെട്ടി തരുന്നവരെ കാത്തുത്തറി ഞാൻ അമ്മച്ചിനോട് തന്നെ പറഞ്ഞു നിങ്ങൾ ഇന്ന് എത്തിക്കൊഴിഞ്ഞൊക്കെ ഉണ്ടാവൂല. ഇക്കൊല്ലാതിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മാവ് പൂത്തിട്ടുണ്ട്. മാവ് പൂത്തയിൽ വേറൊരു സംഗതി ഉണ്ട്. മാവിൻ്റെ മോളെ ഞാനൊരു തുരുമ്പിടിച്ച് ആടി കൊണ്ട് ചെടിച്ചു. ഞാൻ ഇത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ്. സംഭവം ഒന്ന് പരിശോധിക്കണം. പക്ഷെ ഇക്കൊല്ലം മാവ് പൂത്തു. ഇനി ആ മാങ്ങ ഒന്ന് വലുതാകുന്നവരെ കാത്തുത്തിരിക്കുക. എന്ത് മാവാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാങ്ങന്നാണല്ലോ. ഇതിപ്പം കുറച്ച് മുന്നേ വാപ്പച്ച് കുറച്ച് കണ്ണുമാങ്ങ കൊണ്ടുവന്നിട്ട് ഉപ്പിലിട്ട് തിന്നിട്ട് അതിപ്പോൾ ഒരു ശീലമായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി.